ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന അനന്തപുരി, അനന്തന്റെ മണ്ണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്കവിടെ പ്രശാന്ത് കൃഷ്ണയുണ്ട്. പ്രശാന്ത്, നേരത്തെ പ്രശാന്തും അമലും കൂടി 3 മുന്നണികളുടെയും സെൻട്രൽ ഇലക്ഷൻ ഓഫീസുകളിൽ പോയിരുന്നു. ചിലയിടത്ത് ആൾക്കൂട്ടം, ചിലയിടത്ത് ആൾക്കൂട്ടമില്ല. പ്രവർത്തകരെല്ലാം ഫീൽഡിലായിരിക്കും. 3 കൂട്ടരും ഇപ്പോഴും ഒരേപോലെ കട്ടക്ക് പിടിക്കുന്നുണ്ടോ? തീർച്ചയായും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ UDF-ഉം BJP-യും LDF-ഉം കട്ടയ്ക്ക് തന്നെ പിടിക്കുകയാണ്. കാരണം LDF-നും BJP-യെ സംബന്ധിച്ച് ശശി തരൂർ എന്ന ബാലികേറ മലയെ മറികടക്കുക, കയറിപ്പറ്റുക എന്നത് തന്നെയാണ്. ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് BJP ഇത്തവണ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിപ്പയറ്റുന്നത്. 41 ദിവസം നീണ്ട പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശമാണ് ഇന്നിപ്പോൾ ഇവിടെ പേരൂർക്കടയിലാണ് ഏറ്റവും അതിഗംഭീരമായ കൊട്ടിക്കലാശം നടക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും സമാപനം കൊട്ടിക്കലാശം കൊടിമൂലമാകുന്നത് പേരൂർക്കടയിൽ തന്നെയാണ്. അതിനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും കൊടികളുമായി വലിയ ബലൂണുകളെല്ലാം ഒരുക്കി ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനം, ശശി തരൂരിനെ മറികടക്കാൻ ഇത്തവണ, അതായത് 4ാം തവണ വിജയത്തിനിറങ്ങിയിരിക്കുന്ന ശശി തരൂരിനെ മറികടക്കാൻ BJP-ക്കോ LDF-നോ സാധിക്കുമോ എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 2019-ൽ 1 ലക്ഷത്തോളം വോട്ടിന്റെ 99,998 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശശി തരൂർ നേടിയിരിക്കുന്നത്. ആ ഭൂരിപക്ഷം 1 ലക്ഷം വോട്ട് മറികടക്കുക എന്നത് NDA-ക്കാണെങ്കിലും 3ാം സ്ഥാനത്ത്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി 3ാം സ്ഥാനത്തായി മാറിയ LDF-നും കഴിയുമോ എന്നതാണ്. കട്ടയ്ക്കുള്ള മത്സരം എന്നത് പറയാൻ കാരണം, ഇത്തവണ LDF രംഗത്തിറക്കുന്നത് പന്നിൻ രവീന്ദ്രനെ പോലൊരു മുതിർന്ന നേതാവ്, സാധാരണക്കാരനായ നേതാവ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു LDF-ന്റെ പൊസിഷൻ, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഇടത്തും LDF ആണ്. ആ പ്രകടനം ഇത്തവണ ആവർത്തിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിൽ സംഘടനാ സംവിധാനത്തോടെയാണ് LDF പ്രവർത്തിക്കുന്നത്. അതേസമയം തന്നെ 19-ലും 14-ലുമുള്ള, അതുപോലെ തന്നെ 2009-ലുമുള്ള ശശി തരൂരിന്റെ ഈ മണ്ഡലത്തിലുള്ള ജനസമ്മതി കുപ്രചരണം കൊണ്ടുകൊണ്ട് മറികടക്കാൻ സാധിക്കില്ല എന്ന വിശ്വാസവുമായി കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ UDF ക്യാമ്പിലെത്തുമ്പോൾ അവർ പറയുന്നത് ഭൂരിപക്ഷം ഒരു കേന്ദ്രം പേരൂർക്കടയാണ്. അത് വർഷങ്ങളായിട്ട് അവിടെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും. ഒരു കാര്യം ചോദിച്ചു, കാരണം ഞാൻ 1-2 നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തിരുവനന്തപുരത്ത് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അവര് ഈ കുറച്ച് ജാഗ്രതയോട് വോട്ട് ചെയ്യുന്നവരാണെന്ന് പറയുന്നത്. കാരണം അവർ പറയുന്നത് തരൂരിന്റെ വോട്ട് ചെയ്ത ആളുകളാണ്. അവരിപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി അല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതങ്ങനെ ഒരു തിരുവനന്തപുരത്തെ വോട്ടർമാരെ സംബന്ധിച്ചുള്ള അവർക്കൊരു പ്രത്യേക തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ ആ പ്രദേശത്ത് നിന്നുള്ള ആൾക്കാണ് ഏത് വോട്ടർമാരാണെങ്കിലും കൂടുതൽ താല്പര്യം കാണിക്കുക. മറ്റൊരിടത്തുനിന്ന് വരുന്ന ആളിനോട് അത്ര വലിയ രാഷ്ട്രീയ അടിത്തറ ഇല്ല എങ്കിൽ മറ്റൊരിടത്തുനിന്ന് വരുന്ന ഒരാളിനോട് ഒരു സാധാരണ ജനങ്ങൾക്കൊരു ഒരു താല്പര്യക്കുറവുണ്ടാവും. പക്ഷേ തിരുവനന്തപുരത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പുറത്തുനിന്ന് വന്ന സ്ഥാനാർത്ഥികൾ, അവരെയൊക്കെ വിജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ശശി തരൂർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേച്ചർ, രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേച്ചർ, ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്രമന്ത്രി പ്രചരണം എന്നുള്ള കാര്യം. പക്ഷെ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശശി തരൂര് ഒരു അല്പമെങ്കിലും ഒരു മേൽക്കൈ നേടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതിപ്പോ നമ്മൾ സർവേയിലാണെങ്കിലും അല്ലാതെയും ഒക്കെ ആണെങ്കിലും. പക്ഷേ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവ്വശക്തി ഉപയോഗിച്ചിട്ടുള്ള ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് തീർച്ചയായും ഒടുവിലായി ശശി തരൂരിൻ്റെതായി വന്നൊരു പരാമർശം, ജയിക്കുമെന്നൊക്കെ പറയാനുള്ള ധൈര്യം പന്യന് ഉണ്ടായല്ലോ എന്ന് അദ്ദേഹം രവീന്ദ്രനെ കളിയാക്കാണ്. അതിനു മുമ്പ് പന്യൻ ഇന്ന് രാവിലെ ഒരു കൗണ്ടർ അടിച്ചിരുന്നു. അതായത് മത്സരം LDF-ഉം BJP-യും തമ്മിലാണെന്നൊരു അതിന് മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് പോൾ ചെയ്ത ഒരു 15% വോട്ടെങ്കിലും എനിക്ക് പോൾ ചെയ്താലേ ഞാൻ ജയിക്കൂ എന്നുള്ള ബോധ്യം ഉണ്ടാവേണ്ട ഒരാളല്ലേ ശശി തരൂർ എന്നൊരു പ്രശ്നമുണ്ട്. അതല്ലാതെ പക്ഷെ അവിടെ ശശി തരൂർ എന്ന വ്യക്തി കടന്നു വരുന്നു. ശശി തരൂർ വിശ്വമനുഷ്യൻ എന്നതിനൊക്കെ അപ്പുറത്ത് തരൂരിനെ ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വലിയ നിര മറ്റു മണ്ഡലങ്ങളിൽ നമുക്ക് അത് കാണാനാവില്ല. കാരണം ശശി തരൂര് ഞങ്ങളുടെ MP ആണ് എന്ന് പറയുന്ന, അതിൽ ആനന്ദിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സെൽഫി എടുക്കാൻ നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പിന് വേണ്ടി, ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി കാത്തു നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു യുവ സമൂഹം ഒപ്പമുണ്ട് എന്നുള്ളതാണ് തരൂരിൻ്റെ കരുത്ത്. തരൂരിന് കോൺഗ്രസിൻ്റെ വോട്ടുകൾ കിട്ടിയില്ല എന്നുള്ള പരാതികളൊക്കെ കഴിഞ്ഞോണം ഉണ്ടായിരുന്നു. പക്ഷേ ആ കോൺഗ്രസ് നേതാക്കളെ അർത്ഥപ്രജ്ഞരാക്കിക്കൊണ്ട് ശശി തരൂർ
എമർജ് ചെയ്യുന്നതാണ് കാണാറ്. അത് തരൂരിന്റെ മാത്രം മിടുക്കാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം തിരുവനന്തപുരത്തെ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ BJP ജയസാധ്യത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനത്തെ മണ്ഡലം തിരുവനന്തപുരമാണ്. അപ്പൊ BJP ജയിക്കാതിരിക്കാനുള്ള ഒരു തരത്തിലുള്ള BJPക്കാർ അത് ക്രോസ് വോട്ടിംഗ് എന്നൊക്കെ പറയും. പക്ഷെ BJP ജയിക്കാതിരിക്കാൻ ഒരാളിലേക്ക് വോട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവം തിരുവനന്തപുരം കാണിക്കാറുണ്ട്. എനിക്കൊന്ന് പന്നിന്റെ പ്രസ്താവന, അതായത് മത്സരം BJPയുമായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞത് തന്നെ ഒരു ക്രോസ് വോട്ട് ഒഴിവാക്കാൻ കൂടി ആണോ? ഇതിപ്പോ തരൂര് പന്നൻ രവീന്ദ്രനെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചാൽ ഈ പറഞ്ഞ സാധാരണ നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന് വോട്ട് ചെയ്യുന്ന ഒരു CPI കാരനോ CPM കാരനോ BJP ജയിക്കണ്ടെന്ന് കരുതി തരൂരിന് വോട്ട് ചെയ്യാൻ നിന്നെങ്കിൽ അയാൾ മാറുന്നുണ്ടെങ്കിൽ ആർക്കാ അപകടം? അല്ല അഭിലാഷ്, ഈ ശശി തരൂരിന്റെ പ്രസ്താവനയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് BJP തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മെസ്സേജ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ BJPയെ ജയിപ്പിക്കാൻ താല്പര്യമില്ലാത്തവർ എനിക്ക് വോട്ട് ചെയ്യൂ. അതാണ് കഴിഞ്ഞ 2 തവണയും ആ ഒരു സന്ദേശം തന്നെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ